സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ പുറത്തു പോയിട്ടും ഒരുപാട് നേരം വെയിൽ കൊണ്ട് മുഖത്ത് ടാൻ ആയവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് എത്രത്തോളം ടാൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇതിൽ നിന്നും എൻ്റെ റിയൽ സ്കിൻ ടോണിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ടാൻ റിമൂവിങ് എഫക്റ്റീവ് ടിപ്സുകളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ എങ്ങനെ കംപ്ലീറ്റ്ലി മുഖത്തിലെ ടാൻ കളയാം എന്ന് പറഞ്ഞുതരാം. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ വീഡിയോക്ക് ഇപ്പം തന്നെ ലൈക്ക് കൂടി ചെയ്തേക്കുക. ടാൻ റിമൂവ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ അറിയണം. എന്തുകൊണ്ട് നമ്മൾക്ക് ടാൻ ഉണ്ടാകുന്നു? കാരണം സൂര്യപ്രകാശത്തിൽ UV റേസ് ഉണ്ട്, അതായത് അൾട്രാ വയലറ്റുകൾ. ഈ അൾട്രാ വയലറ്റുകൾ നമ്മുടെ ശരീരത്തിൽ തട്ടുമ്പോഴാണ് ടാൻ ഉണ്ടാകുന്നത്. ടാൻ അടിച്ച് സ്കിന്ന് ഡാർക്ക് ആകാനുള്ള കാരണം UV റേസ് ശരീരത്തിൽ തട്ടുമ്പോൾ സ്കിന്ന് ഡാമേജ് ആയി നമ്മളുടെ ബോഡിയിൽ മെലനിൻ പ്രൊഡ്യൂസ് ആവുകയും ഈ മെലനിനാണ് വെയിലടിച്ച ഭാഗത്ത് കരിവാളിപ്പ് തോന്നിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വെയിൽ കൊള്ളാതെ വീട്ടിനകത്ത് തന്നെ ഇരുന്നാൽ മതിയോ? പോരാ. നമ്മളെല്ലാവരും പല ആവശ്യങ്ങൾക്കായിട്ട് പുറത്തു പോകേണ്ടതുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾക്ക് ടാൻ ഉണ്ടാകുന്നത്. ടാൻ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ് സൺസ്ക്രീൻ. പുറത്തു പോകുമ്പോൾ SPF 15 PA4+ വരുന്ന നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് പോവുക. മുഖത്തും നെക്കിലും ചെവിയിലുമായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഇതുവഴി സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന UV റേസിനെ ബ്ലോക്ക് ചെയ്ത് ടാൻ ആകാതെ മുഖത്തെ പ്രൊട്ടക്ട് ചെയ്യും. സോ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ടാൻ ആകാൻ നോക്കാം. അതുപോലെ 11 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ മാക്സിമം ഡയറക്റ്റ് കൊള്ളാതെ നോക്കുക. മോർണിംഗ് സൺലൈറ്റ് നല്ലതാണ്, അതായത് ഒരു 9 മണി വരെയൊക്കെയുള്ള സൺലൈറ്റ് ടാൻ ഉണ്ടാക്കില്ല. അപ്പോൾ സൺ ടാൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ടാൻ എങ്ങനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ 2 എഫക്റ്റീവ് ആയിട്ടുള്ള ഫേസ് പാക്കുകൾ പറയാം. ഈ 2 പാക്കുകളും സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് ടാൻ റിമൂവ് ചെയ്യാൻ വളരെയധികം എഫക്റ്റീവ് ആണ്. യൂസ് ചെയ്ത ഉടനെ തന്നെ ടാൻ കുറച്ചൊക്കെ പോയി മുഖം ബ്രൈറ്റ് ആവുന്നത് കാണാം. വീക്കിലി ഒരു 2 to 3 ടൈംസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ടാൻ കംപ്ലീറ്റ്ലി പോയി പഴയ സ്കിൻ ടോണിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ ഫേസ് പാക്ക് റെഡിയാക്കാമെന്ന് നോക്കാം. ആദ്യത്തെ ടാൻ റിമൂവിംഗ് പാക്കിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് മുൾട്ടാനി മിട്ടി എടുക്കുക. മുൾട്ടാനി മിട്ടി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഫൈൻ ടൈപ്പ് മണലാണ്. ഇത് മെഡിക്കൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. സ്കിന്നിലെ എക്സസ് ഓയിലും ഡെഡ് സ്കിൻസും ടാനും റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണിത്. ഇത് 1 സ്പൂണോളം എടുക്കുക. ഇതിലേക്ക് കുറച്ച് പുളിച്ച തൈര് അല്ലെങ്കിൽ യോഗർട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ 2 ഫുഡ് ഐറ്റംസിലും ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് സ്കിന്നിലെ ഡെഡ് സ്കിൻസ് കളഞ്ഞ് ടാൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. മൂന്നാമതായിട്ട് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 6-7 തുള്ളി മതിയാകും. റോസ് വാട്ടറിൽ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് കുറച്ച് അടങ്ങിയിട്ടുണ്ട്. ഇത് സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അവസാനമായിട്ട് കുറച്ച് കാപ്പിപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. 2 രൂപയുടെ ബ്രൂ കോഫിയാണ് ഞാൻ എടുക്കുന്നത്. കാപ്പിപ്പൊടി കൂടെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഫേസ് പാക്ക് റെഡി. ഈ ഒരു ടെക്സ്ചറിലായിരിക്കും ഫേസ് പാക്ക് കിട്ടുന്നത്. എന്നിട്ട് മുഖമൊന്ന് വാഷ് ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഖത്ത് ഫുള്ളായിട്ട് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ റെസ്റ്റിന് വെക്കുക. 20 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഉണങ്ങിയ പരുവത്തിലായിരിക്കും ഉണ്ടാവുക. മുഖത്ത് ഉണങ്ങി പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. വാഷ് ചെയ്ത ഉടനെ തന്നെ സ്കിന്നിലെ ടാൻ കുറച്ച് നല്ലതുപോലെ ബ്രൈറ്റ് ആവുന്നത് കാണാം. ടാൻ മൊത്തമായിട്ട് പോകില്ലെങ്കിലും കുറച്ചൊക്കെ പോകുന്നതാണ്. വീക്കിലി ഒരു 3 ടൈംസ് എങ്കിലും ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ടാൻ പോകുന്നതാണ്. ഫേസ് പാക്ക് കഴുകി കളഞ്ഞ ശേഷം അത്യാവശ്യം ഡ്രൈ ആകും മുഖം. അത് മാറാനായിട്ട് കുറച്ച് അലോവേറ ജെല്ലോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറോ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ ഇതാണ് ഫസ്റ്റ് ഫേസ് പാക്ക്. നല്ലതുപോലെ ടാൻ കളയാനായിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഫേസ് പാക്ക് ഒരു വൈറൽ ഫേസ് പാക്ക് ആണ്. ഇതും എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. ഇതിനായിട്ട് കുറച്ച് തൈര് എടുക്കുക. ഇതിലേക്ക് കുറച്ച് മുൾട്ടാനി മിട്ടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ ശേഷം പഴത്തിന്റെ തൊലി വെച്ചിട്ട് റിമൂവ് ആക്കുക. ഇവിടെയാണ് ഒരു വ്യത്യാസം വരുന്നത്. പഴത്തിന്റെ തൊലി എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ഇതിൽ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് മോയ്സ്ചറൈസർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ ഇയും സിയും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മറ്റു പല ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസും ഉണ്ട്. സോ ഇത് മുഖത്തിന്റെ ടാൻ നല്ലതുപോലെ കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതുകൊണ്ടാണ് പഴത്തിന്റെ തോല് യൂസ് ചെയ്ത് പാക്ക് റിമൂവ് ആക്കാൻ പറയുന്നത്. ഇത് നല്ലതുപോലെ വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. ആദ്യം പറഞ്ഞ ഫേസ് പാക്കിൽ നിന്നും കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അതുപോലെ തന്നെ ടാൻ കുറേയൊക്കെ പോകാനും ഇത് ഹെൽപ്പ് ചെയ്യും. യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് ഉണ്ടെന്ന് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റീവ് വഴിയാണ് എക്സ്ഫോളിയേഷൻ. എക്സ്ഫോളിയേഷൻ ചെയ്യുന്നത് വഴി മുഖത്തുള്ള ഡെഡ് സ്കിൻസ് മാറ്റി ടാൻ കുറയ്ക്കാൻ സഹായിക്കും. എക്സ്ഫോളിയേഷൻ 2 രീതിയിലാണുള്ളത്. ഫിസിക്കൽ എക്സ്ഫോളിയേഷനും കെമിക്കൽ എക്സ്ഫോളിയേഷനും. ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ ആണ് തക്കാളി പഞ്ചസാരയൊക്കെ ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യുന്നത്. ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ അത്ര നല്ലതല്ല, കാരണം സ്കിന്നിൽ മൈക്രോ ടയേഴ്സ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇത് സ്കിന്നിന് അത്ര നല്ലതല്ല. പകരം കെമിക്കൽ എക്സ്ഫോളിയേഷൻ ചെയ്യാവുന്നതാണ്. ഇത് സ്കിന്നിന് ഡാമേജ് ഒന്നും ഉണ്ടാക്കില്ല. അതുപോലെ തന്നെ സ്കിന്നിലെ ഡെഡ് സ്കിൻസ് കളഞ്ഞ് ടാൻ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എക്സ്ഫോളിയേറ്റിംഗ് പ്രൊഡക്ട്സും ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ പൊമോഗ്രാനൈറ്റ് എക്സ്ട്രാക്ട്, AHA BHA സൊല്യൂഷൻ, ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ഒരുപാട് കിട്ടും. ഫ്ലിക്സ് അല്ലെങ്കിൽ മിനിമലിസ്റ്റ് ഈ സ്കിൻ കെയർ ബ്രാൻഡിന്റെയൊക്കെ എക്സ്ഫോളിയേഷൻ പാക്ക് അത്യാവശ്യം നല്ലത് തന്നെയാണ്. വീക്കിലി 1 തവണ എക്സ്ഫോളിയേഷൻ ചെയ്ത് കൊടുക്കുക. ഇതുവഴി കുരുക്കളൊക്കെ വന്ന് മുഖത്തുണ്ടായ പാട് മാറ്റി ഡെഡ് സ്കിൻസ് കളഞ്ഞ് റിയൽ സ്കിൻ ടോണിലേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും.
വീക്കിലി ഒരേ ഒരു തവണ മാത്രം എക്സ്ഫോളിയേഷൻ ചെയ്യുക. അതുപോലെ ടാൻ കളഞ്ഞ് സ്കിന്ന് ഗ്ലോയിങ് ആക്കാൻ പറ്റുന്ന ഒന്നാണ് വൈറ്റമിൻ സി സിറം. നല്ലൊരു ബ്രാൻഡിന്റെ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നത് വഴി സ്കിന്നിലുള്ള ഫസ്റ്റ് ലെയറിൽ നിന്നും റൂട്ട് ലെവൽ വരെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് സ്കിന്ന് ക്ലിയർ ആക്കും. സ്പെഷ്യലി ടാൻ കളഞ്ഞ് റിയൽ സ്കിൻ ടോണിലേക്ക് എത്താൻ വൈറ്റമിൻ സി സിറം ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം മോർണിംഗ് ആണ്. നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീനിൽ വൈറ്റമിൻ സി സിറം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുവഴി ടാൻ കളഞ്ഞ് നിങ്ങളുടെ റിയൽ സ്കിൻ ടോണിലേക്ക് എത്തി സ്കിന്ന് നല്ലപോലെ ഗ്ലോയിങ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എങ്ങനെ ഫേസിലെ ടാൻ കളഞ്ഞ് റിയൽ സ്കിൻ ടോണിലേക്ക് എത്താം എന്നുള്ളതിന്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിരുന്നത്. ടാൻ റിമൂവിംഗ് പാക്ക്, അതുപോലെ എക്സ്ഫോളിയേഷൻ, വൈറ്റമിൻ സി സിറം, ഈ മൂന്നുമാണ് ടാൻ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. മാക്സിമം 11 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ ഡയറക്റ്റ്ലി ഒരുപാട് നേരം കൊള്ളാൻ നോക്കുക. അതുപോലെ തന്നെ SPF ഇട്ടിട്ട് പുറത്തു പോകുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെ ടാൻ വരാതെ നോക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മോർ ഗ്ലോബ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.